ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 9 സെന്റ് പ്ലോട്ടിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 35 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ ഒരു വീടാണ്. അപ്പം ഇവിടെ വീടിൻ്റെ എക്സ്റ്റീരിയർ നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ബാൽക്കണിയാണ്. ബാൽക്കണിക്ക് ടഫൻഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്ലൈഡിംഗ് ഡോറും ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്കായിട്ടും ഒരു ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകൾ ഭാഗത്തായിട്ട് ക്ലാഡിംഗ് ടൈലുകളും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് മുറ്റം വരുന്നത്. മുറ്റത്ത് ബേബി മെറ്റൽ വിരിച്ചിട്ടുണ്ട്. പിന്നെ വീടിന് ചുറ്റിലുമായിട്ട് കോബിൾ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഷോ വാൾ വരുന്നുണ്ട്. അതുപോലെ LED ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ട് നോക്കാം. ഒരു സെമി ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് ഈ ഒരു രീതിയിലാണ്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. സൈഡിലായിട്ട് സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ വരുന്നത് LED ലൈറ്റ് ആണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് 2 കുഷ്യൻ ചെയറുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു സിംഗിൾ വിൻഡോ ആണ് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് 2 ഡോറ് ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഡൈനിങ് ഹാളിലേക്കുള്ളതാണ്, ഒരെണ്ണം ലിവിങ് സ്പേസിലോട്ടുള്ളതുമാണ്. മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. രണ്ടും സെയിം ഡിസൈനാണ്. പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മൾ കയറുന്നത് ലിവിങ് സ്പേസിലോട്ടാണ്. 300x360 ഇതിൻ്റെ സൈസ് വരുന്നത്. ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മാർബിളാണ്. ഈ ഒരു വ്യൂ ഡൈനിങ്ങിൽ നിന്ന് ലിവിങ്ങിലേക്കുള്ളതാണ്. ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ഡൈനിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലിവിങ് തന്നെ പരിചയപ്പെടാം. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കോർണർ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ വിൻഡോസിൽ പാനൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു സ്റ്റിക്കറും മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാൾ ലൈറ്റ് ആണ്. ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന വാളാണ് ഇവിടെ ടെക്സ്ചർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഗോൾഡൻ ബീഡിങ് കൂടി ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ പർഗോള ഡിസൈൻ വരുന്നുണ്ട്. ഈ ഒരു പാർട്ടീഷൻ വർക്ക് വരുന്നത് മൾട്ടിവുഡിലാണ്. CNC കട്ടിംഗ് ആണ് മുകളിൽ വന്നിട്ടുള്ളത്. ഇതിന് താഴെയായിട്ട് ഷെൽഫും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് TV വേണമെങ്കിലും വെക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കടക്കുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ഇവിടെ കിച്ചണും ഒരു ബെഡ്റൂമും വന്നിട്ടുള്ളത്. നേരെ കാണുന്നത് കോമൺ ബാത്റൂമാണ്. റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ബീം വന്നിട്ടുണ്ട്. അതിനകത്ത് മൾട്ടിവുഡ് ഡിസൈൻ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ 2 ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. 6 വുഡൻ ചെയറോട് കൂടിയിട്ടുള്ള ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്. ഇവിടെയായിട്ട് 3 സിംഗിൾ വിൻഡോ ആണ് വരുന്നത്. പിന്നെ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വുഡൻ പാനൽ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. താഴെ ഷെൽഫ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെയറിന്റെ ഭാഗം നോക്കാം. ഇവിടെ 2 പർഗോള കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം കിച്ചണിൽ നിന്ന് ഡൈനിങ്ങിലേക്കുള്ളൊരു വ്യൂക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. മൾട്ടിവുഡിൽ CNC കട്ടിംഗ് ആണ് ആ ഒരു വർക്കിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ ഡിസൈൻ കണ്ടോളൂ കേട്ടോ. 360x330 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കുഷ്യൻ കോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോട്ടിന് ഫ്രെയിം GIയിൽ കൊടുത്തിട്ട് മുകളിൽ കുഷ്യൻ കൊടുത്തിട്ടുള്ളതാണ്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് ബാത്റൂം വന്നിട്ടുള്ളത്. ബാത്റൂമിന് മുകളിലായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ്. ഈ ഒരു മിററിൻ്റെ ഭാഗത്ത് പാനൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഷെൽഫുകളും വരുന്നുണ്ട്. ഇനി ബാത്റൂം നോക്കാം. 150x140 സൈസിലാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് കജാരിയുടെ ബ്ലാക്ക് ആണ്. വാളിൽ കൊടുത്തിട്ടുള്ളത് 2x4 സൈസിൽ വരുന്ന വിട്രിഫൈഡ് ടൈലാണ്. ഇനി സ്റ്റെയറിൻ്റെ അടുത്ത് വരുന്ന കോമൺ ബാത്റൂം കാണാം. ഇതിന് കൊടുത്തിട്ടുള്ള ഡോറ് ഫൈബർ ഡോറാണ്. 140x180 സൈസിലാണ് ഈ ഒരു ബാത്റൂം വരുന്നത്.
ഒരു നോർമൽ ക്ലോസറ്റും അതുപോലെ ഒരു വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. സെയിം ടൈല് തന്നെയാണ് ഇതിനകത്തും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്ത് വരുന്ന ഈ ഒരു ബെഡ്റൂം നോക്കാം. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടാണ് കേട്ടോ കിച്ചണും ഈ ഒരു ബെഡ്റൂമും ചെയ്തിട്ടുള്ളത്. നേരത്തെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വിശദമായിട്ട് കാണിക്കാത്തത്. ഈ ഒരു കോട്ടും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ജിയുടെ ഫ്രെയിം കൊടുത്തിട്ട് കുഷ്യൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. 330-300 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ കർട്ടനൊക്കെ റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഇനി കിച്ചൺ നോക്കാം. കിച്ചൻ്റെ ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെറിയൊരു കൂളിങ്ങോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കിച്ചൻ്റെ സൈസ് വരുന്നത് 500-434 എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരൊറ്റ കിച്ചണാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് മുകൾ ഭാഗത്തായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. ഫ്രിഡ്ജിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതിനോട് ചേർന്ന് തന്നെ ഇവിടെ വാഷ് മെഷീൻ വെക്കാനുള്ളൊരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് ഇവിടെ സ്റ്റോർ റൂം വന്നിട്ടുള്ളത്. അത് കാണിക്കാതെ ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം നോക്കാം. ഇവിടെ 3 ബർണർ ഹോബാണ് ചെയ്തിട്ടുള്ളത്. താഴെ കട്ട്ലറി ബോക്സ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ നോർമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കബോർഡ്സ് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ്. അതിൽ PVC ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് ഫാൻ ആങ്കർ പുൾ ഔട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രൈ ഫാനും മറ്റു കാര്യങ്ങളും നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ട് അകത്തേക്ക് തള്ളി കൊടുക്കാവുന്ന രീതിയിലാണ്. ഇനി ഈ ഒരു ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ വിറകടുപ്പും വരുന്നത്. സ്റ്റീലിൻ്റെ വിറകടുപ്പാണ്. ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. ചിമ്മിണിക്കകത്തായിട്ട് ഒരു എക്സോസ് ഫാന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും എടുക്കുന്ന വസ്തുക്കൾ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. താഴെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിൻ്റെ ഡോറ് ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് താഴെ ഇടാവുന്ന രീതിയിലാണ്. പിന്നെ അതാ കബോർഡ്സ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മൾ കിച്ചണിലേക്ക് കടന്ന് വരുന്ന ഭാഗത്തും ഇവിടെ മുകളിലായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് സിങ്ക് വരുന്നത്. സിങ്കിന് മുകളിലായിട്ട് GT-BT ചെയ്തിട്ടുണ്ട്. ഡോറ് ഗ്ലാസ്സിലാണ്. ഈ ഒരു ഭാഗത്തും വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു കബോർഡ്സ് നോക്കാം. ഇവിടെ ഡ്രോവറുകൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കട്ട്ലറി ബോക്സ് തന്നെയാണ് വരുന്നത്. അതിന് താഴെ പ്ലേറ്റ് ട്രേ ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് സിങ്കിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പൊട്ടുന്ന പാത്രങ്ങളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് ഇതിനകത്ത് തട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം പാത്രങ്ങൾ വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തൊരു ടോൾ യൂണിറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. ഇതിനും ഗ്ലാസ് ഡോറാണ് നൽകിയിട്ടുള്ളത്. ഇതിനകത്താണ് മിക്സിക്കും മറ്റും പോയിന്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റായി അറിയിക്കുകയും വേണേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റോർ വാള് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് അലൂമിനിയം അൽജീരിയയുടെ സ്ലൈഡിംഗ് ഡോറാണ്. സ്റ്റോർ റൂമിന് കുറഞ്ഞ സ്പേസ് വരുന്നവർക്കൊക്കെ ഈ ഒരു രീതി യൂട്ടിലൈസ് ആവും കേട്ടോ.
ഇതിനകത്ത് തട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം സാധനങ്ങൾ ഈ ഒരു കുറഞ്ഞ സ്പേസിലും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റോർ ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് ഈ കിച്ചൻ്റെ പുറം ഭാഗം ഒന്ന് കണ്ടു നോക്കാം. ഒത്തിരി പേര് പറയാറുണ്ട് ഈ ഒരു ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഇറങ്ങാനായിട്ട് 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്റ്റെപ്പ് വലുതായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു കൊട്ടത്താളത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഉയർത്തിയിട്ടാണ് ഈ ഒരു ടാപ്പ് യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ യൂസ്ഫുൾ ആണ്. അപ്പം ഇത്രയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നോക്കാം. ഇവിടെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ലാൻഡിങ്ങിലായിട്ട് വെളിച്ചത്തിന് വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ഫ്രെയിം കൊടുത്തിട്ട് ഗ്ലാസ് ഡോറ് കൊടുത്തിട്ടുള്ളതാണ്. ഇത് സ്റ്റീലാണ്. ഇനി ലാൻഡിങ്ങിൽ നിന്ന് മുകളിലേക്കുള്ള വ്യൂ ആണ്. ഫസ്റ്റ് നമ്മൾ എത്തുന്നത് ഒരു ഹാളിലേക്കാണ്. നേരെ കാണുന്നത് ഒരു ഫോൾഡിംഗ് ടേബിളാണ് കേട്ടോ. അയൺ ടേബിളായിട്ടൊക്കെ യൂസ് ചെയ്യാവേ. ഇവിടെ കയറി വരുമ്പം റൈറ്റ് സൈഡിലേക്കായിട്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയും കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു TV യൂണിറ്റും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ഇവിടെ 2 ബെഡ്റൂം, ബാൽക്കണി, ഈ ഒരു ഹാള് എന്നിവ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു TV യൂണിറ്റ് നോക്കാം. ഇവിടെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. വാളിലായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് കാണുന്ന ഈ ഒരു ഡോറ് ഓപ്പൺ ടെറസിലേക്കുള്ളതാണ് കേട്ടോ. ഈ ഒരു പാസേജ് ഒന്ന് ഉയർത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാള് പാനൽ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിലുള്ള ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്താണ് കോമൺ ബാത്റൂം വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ടൈലും ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി സ്റ്റെയർ കയറി വരുന്ന ഭാഗത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കോട്ട് തന്നെയാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. ഇവിടെ റൂഫ് സ്ലോപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെതാ ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബാത്റൂം നോക്കാം. 140-150 സൈസിലാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. ഇനി ഈ ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ബെഡ്റൂം നോക്കാം. സിമ്പിളായിട്ടുള്ള കോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാ ഈ ഒരു ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ബാൽക്കണി വരുന്നത്. പുറത്ത് നിന്ന് നമ്മൾ ബാൽക്കണി കണ്ടിട്ടുണ്ട്. ഇതിനകത്തൊരു പില്ലർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ സീലിങ്ങിലായിട്ട് LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഓപ്പൺ ടെറസ് ജസ്റ്റ് ഒന്ന് കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു ഗ്ലാസ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.